വിവാഹ ജീവിതം എന്ന് പറയുന്നത് പെട്ടെന്ന് അസ്തമിച്ചു പോകുന്ന ഒരു കർമ്മമല്ല. അത് നമുക്ക് ഖിയാമത്ത് നാൾ കഴിഞ്ഞ് സ്വർഗം വരെ എത്തേണ്ട ഒരു കാര്യമാണ്. അതാണല്ലോ വിവാഹ ജീവിതം. ഇതൊരു ഇബാദത്താണ്. സ്വർഗം കൊണ്ട് തുടങ്ങിയതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ സൃഷ്ടിച്ചതിന് ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അള്ളാഹ് അടുത്ത് പറഞ്ഞു, അള്ളാഹ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്നു ഈ സ്വർഗത്തിൽ. ഒരു ഈനാസില്ല, ഒരു മനുഷ്യനില്ല, ഒന്ന് സംസാരിക്കാൻ ഒരാളില്ല, ഒരു സ്വറ പറയാൻ ഒരാളില്ല. എന്താ പഠിച്ചെന്നെ ഇത് വല്ലാത്ത ഇത്രയും വലിയ വിശാലമായ സ്വർഗത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നിട്ട് എന്ത് കിട്ടാനുള്ള ഒരു റാഹത്തും ഇല്ല മനസ്സിന്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടന്ന് ഉറങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു എല്ല് മെല്ലെ വലിച്ചൂരി. ഉറങ്ങുന്ന സമയത്ത് അത് അടർത്തിയെടുത്ത് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിന് രൂപം നൽകി. അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് തന്നെ അനിസ ഇലൈഹ വ അനിസത്തി ഇലൈഹി ഹദീസിൽ കാണാം. അനിസ ഇലൈഹ, പെട്ടെന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു ആഗ്രഹം ഉണ്ടായി. അനിസ ഹദീസിൽ വരുന്ന അങ്ങനെയാണ്. അനിസ ഇലൈഹ, അവളോട് ഒരു പ്രത്യേകമായ ഒരു ആഗ്രഹം. അനിസത്ത് ഇലൈഹി, ഇങ്ങോട്ട് ഇവൾക്കും അങ്ങോട്ടും ഉണ്ടായി. അതാണ് ഈ 2 എന്ന് പറഞ്ഞുള്ള സംവിധാനം. ലൈന് ഒന്നായിരിക്കും, പക്ഷെ രണ്ടിടത്ത് സ്വിച്ച് ഇട്ടാ കത്ത്. ഇതിപ്പോ ഒരു സ്വിച്ച് ഇട്ടാ ഒരു ലൈറ്റ് കത്തുള്ളെങ്കിൽ ഫായിദയില്ല സംഭവം. അപ്പൊ രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു സംഗമം ഉണ്ടാകണം, എന്നാലേ അതിനൊരു റാഹത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇണയെ അല്ലാഹു അവിടെ വെച്ച് തന്നെ തിരഞ്ഞെടുത്തു കൊടുത്തു. പക്ഷെ അവര് സ്നേഹിച്ചെങ്കിലും പ്രേമിച്ചെങ്കിലും ഹലാലായിട്ട് കല്യാണം കഴിച്ചു. അവർ മരിക്കുന്നവരെ മരിച്ചു കഴിഞ്ഞ് അവർ സ്വർഗം വരെയും അവരും ഭാര്യയും ഭർത്താവുമാണ്. ഇന്ന് നമ്മൾ പ്രേമിക്കും, സ്നേഹിക്കും, നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ യാ അല്ലാഹ് മഅസ്സലാമ, തീർന്നു, അടുത്ത ആളെ പിടിക്കും സംഭവം. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. അത് ഏറ്റവും വലിയ വഞ്ചനയാണ്. അത് പാടില്ല എന്നാ പറയുന്നത്. അത് ശരിയല്ലല്ലോ. അത് ഏറ്റവും വലിയ വഞ്ചനയാണ് നമ്മളെ കാണിക്കുന്നത്. ഒരു പെണ്ണിന് സ്നേഹം കൊടുത്ത്, ആ പെണ്ണിനെ പ്രേമിച്ച്, ആ പെണ്ണിനെ പ്രണയിച്ച്, അവൾക്കില്ലാത്ത എല്ലാ ഓഫറുകളും ചെയ്ത് അവസാനം വേറെ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഇവളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അത് ഏറ്റവും വലിയ വഞ്ചനയും ക്രൂരതയുമാണ്. അത് പാടില്ല. സ്നേഹിക്കുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ സ്നേഹിക്കുന്നത്. അപ്പൊ ഈ സ്നേഹം, ഈ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോ ഇസ്ലാമികപരമായിട്ടുള്ള പ്രണയത്തിന് വല്ല സ്ഥാനം ഉണ്ടോ ഉസ്താദ്? ഇസ്ലാമിലെ പെണ്ണുങ്ങളെ സ്നേഹിക്കാവോ? സ്നേഹവും പ്രണയവും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് ഭാര്യ ഭർത്താവിനോടുള്ള സ്നേഹവും പ്രണയവുമാണ്. അതല്ലാതെ ഒരു പെണ്ണിനെ പോയി പ്രണയിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നമ്മളങ്ങനെ കണ്ടിട്ടുമില്ല. പ്രണയിക്കേണ്ടത് ആരെ? ഭാര്യ ഭർത്താവിനെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, إن الرجل إذا نظر إلى امرأته ونظرت إليه نظر الله إليهما نظر الرحمة أو كما قال رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ നോക്കുകയാണ്, ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ നോക്കുകയാണ്. നളറല്ലാഹു ഇലൈഹിമാ നളറർ റഹ്മാ. അവർക്ക് രണ്ടുപേർക്കും മധ്യത്തിൽ അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പ്രണയം. കണ്ണുകൊണ്ട് അങ്ങോട്ട് ഭാര്യ ഭർത്താവിനെ നോക്കണം, ഭർത്താവ് ഭാര്യ നോക്കണം. നമ്മൾ നോക്കാറുണ്ട്. ഈ പഴയ അംബാസഡറിനെ പോയിട്ട് എന്ത് നോക്കാനാ ഉസ്താദ്? നല്ല ബെൻസ് കിടക്കുമ്പോ ബെൻസിലല്ലേ നോക്കുള്ളൂ. പഴയ അംബാസഡറിനെ ആള് നോക്കാൻ പോകുന്നുണ്ടോ? നമ്മുടെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് എത്ര നാളായി? അടയാളം കണ്ടിട്ടുണ്ടോ? മൂക്കിന്റെ സൈഡിൽ ചെറിയൊരു പുള്ളി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എന്തുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കണം. എന്തൊക്കെ അടയാളം നിങ്ങൾ തന്നെ പോയി സ്കാൻ ചെയ്യും. നമ്മൾ പോയി സ്കാൻ ചെയ്യാത്ത കൊണ്ടാണ് വേറെ ആൾക്കാർ ഒന്ന് സ്കാൻ ചെയ്തത്. അതാണ് ഇപ്പൊ പ്രശ്നം. നമ്മുടെ ഭാര്യയുടെ മുഖത്തിന്റെ അവസ്ഥ നമുക്കൊന്നും അറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അതാണ്, തന്റെ ഭാര്യയെ ഭർത്താവ് നോക്കണേ സന്തോഷത്തോടെ. ഒരു സാലിഹത്തായ പെണ്ണ് അടയാള, സാലിഹത്തായ ഒരു ഭാര്യയുടെ അടയാളവും തന്നെ ഇങ്ങനെയാണ്. ഒരു ഭർത്താവിനെ സുഖിപ്പിക്കണം കണ്ണുകൊണ്ട്. അതൊക്കെ ഈ ലൈനടി എന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ സൈറ്റടി എന്ന് പറഞ്ഞ ഒരു കണ്ണിട്ട് അടിക്കുക എന്നുള്ളത്. അതൊക്കെ ഡിമ്മടിച്ചു കൊടുക്കുക, ബ്രൈറ്റ് അടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭർത്താവിന്റെ നേർക്കാണ്, ഭർത്താവിന്റെയും ഭാര്യയുടെ നേർക്കാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അലാ ഉഖ്ബിറുകും ബിഖൈരി മാ യക്നിസുൽ മർഉ. ഒരു മനുഷ്യനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഏറ്റവും വലിയ അമൂല്യ നിധി ഏതെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. സഹാബാക്കൾ പറയുകയാണ്, അറിയിച്ചു തരൂ ഹബീബേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ മർഅത്തു സ്വാലിഹ. സദ്വൃത്തയായ സ്വാലിഹത്തായ
സാലിഹത്തായ പെണ്ണാണ്. എന്താണ് അവളുടെ അടയാളം? സാലിഹത്തായ പെണ്ണാണെന്ന് പറഞ്ഞത് കൊണ്ട് ശരിയാകുമോ? അവളുടെ അടയാളം എന്താണ്? അവളുടെ ക്വാളിറ്റി എന്താണ്? അവളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇദാ നളറ ഇലൈഹാ സറതുഹു, ഭർത്താവ് അവളെ നോക്കിയാൽ അവളുടെ കണ്ണിമകൾ കൊണ്ട് ഈ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന പെണ്ണാണ്. അതാണ് അങ്ങനെ ഭർത്താവ് എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ഓളിങ്ങനെ നോക്കുമ്പോ, അല്ല എന്താ സെറീന നിനക്കൊരു വിഷമം പോലെ, അല്ല ഇച്ച എപ്പോ വരും, എനിക്ക് വിശക്കും, എനിക്ക് ഭയങ്കര ഒരു വിഷമം, അങ്ങനെ അങ്ങനെ സന്തോഷമുള്ളത് കൊണ്ടാണ്. വേറെ പെണ്ണുങ്ങന്മാര് ഇച്ച പോന്നില്ലേ സമയത്ത് പെട്ടെന്ന് പോയി എന്തിനാ ഓടിച്ചുവിടുന്ന അടുത്ത ലൈൻ അവിടെ നിൽക്കുന്ന സംഭവം. ഈ ചായ ഓടിച്ചിട്ടുണ്ട് അടുത്ത ലൈൻ ഇങ്ങോട്ട് തുടങ്ങാൻ, അതിനാണ് ഓടിച്ചിടുക. അപ്പൊ ഏതെങ്കിലും ഭാര്യമാര് ഭർത്താക്കന്മാരെ ഓടിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലായിക്കോ അവർക്ക് വേറെ സ്റ്റെപ്പിനുണ്ട്. ഗൾഫിൽ നിന്ന് വരും, കഷ്ടപ്പെട്ട് 6 മാസം ലീവിന് വരും, 2 മാസം അഡ്ജസ്റ്റ് ചെയ്ത് തള്ളി വണ്ടി ഓടിക്കും. പോകുന്നില്ല, ഇല്ലപ്പോ എനിക്ക് 6 മാസം ഉണ്ട് പെണ്ണെ, 6 മാസം എന്നാ നമ്മുടെ കട ഇപ്പൊ തീരും, നമുക്ക് പുര കെട്ടണ്ടേ, പുര വെക്കണ്ടേ, അത് വെക്കണ്ടേ, ജാഗ വാങ്ങണ്ടേ, ഓട്. അതിന്റെ അർത്ഥം എന്താ? സംഭവം വേറെ അഡീഷണൽ സാധനം അടുത്തുണ്ട്, ഇങ്ങേരെടുന്ന് പോയെങ്കിൽ മാത്രമേ അത് ചാലുവാക്കാൻ പറ്റുള്ളൂ. സംഭവം ഓടിച്ചുവിടുകയാണ്. ഒരു മനസമാധാനത്തിനാണ് ഒരു 6 മാസം പുറലോ നിൽക്കാന്ന് പറഞ്ഞാൽ നിർത്തുന്നില്ലല്ലോ ഈ പെണ്ണുങ്ങന്മാര്, ഓടിച്ചുവിടുകയല്ലേ സംഭവം. അതുകൊണ്ട് സാലിഹത്തായ പെണ്ണാരാണ്? ഇദാ നളറ ഇലൈഹാ സറതുഹു, അവളെ നീ നോക്കിക്കഴിഞ്ഞാൽ അവളുടെ നോട്ടത്തിലൂടെ നിന്നെ സന്തോഷിപ്പിക്കുന്ന പെണ്ണാണ്. വഇദാ മറഹാ തഅതുഹു, അവളോട് നീ വല്ലതും കൽപ്പിക്കുകയാണെങ്കിൽ അതാതുഹു, നിന്റെ കൽപ്പനയെ പൂർണ്ണമായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവളാണ്. വഇദാ ഗാബ അൻഹാ ഹഫളതുഹു, ഐ ഹഫളത നഫ്സഹു വമാ ഹഫളത നഫ്സഹാ വമാ ലഹു. ആ ഭർത്താവ് തന്റെ ഭാര്യയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ തന്റെ ഭർത്താവിന് അവകാശപ്പെട്ട ആ ശരീരത്തെ, ആ പരിശുദ്ധിയെ, ആ ചാരിത്രത്തെ, എന്റെ ഭർത്താവിന് വേണ്ടി അനുവദിക്കപ്പെട്ടതാണ് എന്റെ ശരീരം, ആ ശരീരം എന്റെ ഭർത്താവിനല്ലാതെ ഞാൻ തുറന്നു കൊടുക്കുകയില്ല. എന്റെ ഭർത്താവിന്റെ സമ്പത്താണ്, എന്റെ ഭർത്താവിന്റെ പണമാണ്, എന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഞാൻ മറ്റൊരാൾക്ക് അത് കൊടുക്കുകയില്ല എന്ന് സ്വന്തം നഫ്സിനോട് പ്രതിജ്ഞയെടുക്കുന്ന പെണ്ണേ, നീയാണ് സാലിഹത്തായ പെണ്ണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭർത്താവിന്റെ സമ്പത്ത് അവള് സൂക്ഷിക്കണം. ഇന്ന് ഭർത്താവിന്റെ സമ്പത്ത് ഭാര്യമാര് റീചാർജ് ചെയ്ത് കൊടുക്കും, കാമുകം വിളിക്കും, പൈസ ഇല്ല, ഇഞ്ഞ പൈസ എല്ലാം തീർന്നില്ല, എന്റെ നമ്പർ ഞാൻ അങ്ങോട്ട് ഇപ്പൊ റീചാർജ് ചെയ്ത് തരാം, ഓൾ അങ്ങോട്ട് റീചാർജ് ചെയ്ത് കൊടുക്കല്ലേ. ആരുടെ പണമായത്? ഭർത്താവിന്റെ പണമല്ലേ ഇത്? ഭർത്താവിന്റെ പൈസ അല്ലേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ബഹുമാനപ്പെട്ട സാലിഹത്തായ വിശ്വാസിനികളായ സഹോദരിമാരെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് കടന്നു വന്നിട്ട് ഹബീബായ തങ്ങളോട് പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന കൽപ്പനയാണ്, ഹബീബേ അങ്ങയുടെ ഹദറത്തിൽ വരുന്ന പെണ്ണുങ്ങളോട് നിങ്ങൾ നൽകേണ്ട ഉപദേശം എന്താണ്? പെണ്ണുങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹേ സഹോദരിമാരെ, നിങ്ങൾ ശിർക്ക് വെക്കരുത്, അല്ലാഹുവിനെ ആരാധിക്കണമേ, നിങ്ങൾ മോഷ്ടിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, അസഭ്യം പറയരുത്, അപരാധം കെട്ടിച്ചുമത്തരുത്, നിങ്ങൾ ആവശ്യമില്ലാതെ, നിങ്ങൾ അനാവശ്യമായി നിങ്ങളുടെ മക്കളെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കരുത്, ഒരു അല്ലാഹുവിന് നിരക്കാത്ത പ്രവൃത്തികളുമായി നിങ്ങൾ ബന്ധപ്പെടരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6 കാര്യങ്ങൾ പരിശുദ്ധമായ ഹദീസിലൂടെ, ഖുർആനിന്റെ വീക്ഷണത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ആ മഹദികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 6 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതിനു ശേഷം ആ സദസ്സിൽ നിന്ന് സഹോദരിമാര് മടങ്ങി പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട സഹോദരിമാര് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അലാ തുസാഫിഉനാ,
പ്രതിജ്ഞ എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ കൈക്ക് പിടിച്ചിട്ടല്ലയോ നബിയെ പ്രതിജ്ഞ എടുക്കാറുള്ളത്. അലാ തുസാഫിഉനാ, പക്ഷേ ഞങ്ങളുടെ കൈക്ക് അങ്ങ് പിടിച്ചില്ലല്ലോ ഹബീബേ, അത് പിന്നെ എങ്ങനെ പ്രതിജ്ഞയാകും നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലാഹി ഇന്നി ലാ ഉസാഫിഉൽ മർആ ഇന്നി ലാ ഉസാഫിഉ ഇംറാ, ഞാനൊരു പെണ്ണിനെയും തൊടുകയില്ല സഹോദരി, ഞാനൊരു പെണ്ണിനെയും സ്പർശിക്കുകയില്ല സഹോദരി. മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, വല്ലാഹി മാ മസ്സത് യദഹു യദംറാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ അജ്നബിയായ ഒരു പെണ്ണിന്റെ കരവുമായി സ്പർശിച്ച ചരിത്രമേ ഇല്ല. അതുകൊണ്ട് പ്രതിജ്ഞ എടുക്കാൻ വന്ന പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്നി ലാ ഉസാഫിഉ ഇംറാ ഇന്നമാ ഖൗലി ലിംറഅത്തിൻ വാഹിദ കഖൗലി ലിമിഅതി ഇംറാ, ഞാനൊരു പെണ്ണിനോട് പറയുന്ന ഒരു വാക്ക് അത് 100 പെണ്ണുങ്ങളോട് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എന്റെ വാക്ക് മാത്രം നിങ്ങൾക്ക് മതി, നിങ്ങളുടെ കൈക്ക് പിടിച്ച് ഞാൻ പ്രതിജ്ഞ എടുക്കേണ്ടതില്ല. ശേഖന്മാരുണ്ട് പിടിച്ച് പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടില്ല. എന്താ സുബ്ഹാനല്ലാഹ്, വലിയ ഒലി തന്നെ. വാട്സാപ്പിലൊക്കെ കാണാൻ നമുക്ക് എന്റെ പെണ്ണുങ്ങളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചന്തിക്കിട്ട് 5 അടി, ശൈത്താനെല്ലാം പോയി. അവർക്ക് വായുവിന്റെ അസുഖത്തിൽ ശൈത്താനെല്ലാം പോയി. 2 അടിയോടുകൂടി എല്ലാം പുറത്തേക്ക്. ശൈത്താന്മാർ ഇങ്ങനെ ഭയങ്കര ശേഖന്മാരുടെ വ്യാജ വലയിൽ കുടുങ്ങിപ്പോയി നമ്മുടെ പെണ്ണുങ്ങന്മാരൊക്കെ. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ ഔലിയാക്കളൊന്നും പെണ്ണുങ്ങന്മാരെ പിടിക്കുകയില്ല, തൊടയില്ല, കാണേയില്ല. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അവരെ മറക്കപ്പുറത്തുനിന്ന് പറയും, നമ്മൾ വിളിച്ചു കൊടുക്കും, എന്തെങ്കിലും ദുആ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെള്ളം കോരി കൊടുക്കും, അവരത് ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ നിന്ന് ആ സ്വഹാബത്ത് വനിതകളെല്ലാം മടങ്ങി പോകുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് സ്ത്രീകളിൽപ്പെട്ട ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് മറ്റൊരു സഹോദരിയെ പറഞ്ഞു വിടുകയാണ്. ഇർജിഇ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്അലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലെ 6 കാര്യങ്ങൾ ഉപദേശിച്ചതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വന്തമായി 7ാമതൊരു കാര്യം കൂടി ആ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. വലാ തഗ്ശുസ് അസ്വാജുനാ, നിങ്ങൾ അസ്വാജന, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ വഞ്ചിക്കരുതേ. നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ വഞ്ചിക്കരുത്. അതുകൂടെ പറഞ്ഞിട്ട് പെണ്ണുങ്ങന്മാരെല്ലാം പോയി. അവിടെയാണ് ഒരു സഹോദരിക്ക് കത്തിയത്. അതെന്താ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? അതുകൊണ്ട് ഒരു സഹാബത്ത് സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, പോയി ചോദിക്കും, നിങ്ങളോട് പോയി ചോദിക്കും, എന്താ പറഞ്ഞത്, എന്താ അതിന്റെ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കിട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് ആ സഹാബത്ത് പോവുകയാണ്, ആ വനിത പോവുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ വഞ്ചിക്കുകയാ എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ് നബിയേ? അങ്ങ് ഞങ്ങളോട് പറഞ്ഞുവല്ലോ, വലാ തഗ്ശുസ്നാ അസ്വാജകുന്നാ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ വഞ്ചിക്കരുതേ എന്ന് പറഞ്ഞില്ലയോ? ഞങ്ങൾക്ക് മനസ്സിലായില്ല ഹബീബേ, എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് അറിയിച്ചു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തഅഖുദു മാലഹു ഫതഹബാ ഗൈറഹു, ഭർത്താവിന്റെ പണം നീ ആസ്വദിക്കലാണ്, ഭർത്താവിന്റെ പണം നീ സുഖിക്കലാണ്, ഭർത്താവിന്റെ പണം നീ പറ്റല. പക്ഷേ ആ ഭർത്താവിനെ സ്നേഹിക്കുന്നതിന് പകരം, ഭർത്താവിനെ പ്രേമിക്കുന്നതിന് പകരം, ഭർത്താവിനെ പ്രണയിക്കുന്നതിന് പകരം ഫതഹബാ ഗൈറഹു, കാമുകന്മാരെ നീ പ്രേമിക്കലാണ് പെണ്ണേ. അത് ആ ഭർത്താക്കന്മാരോടുള്ള വഞ്ചനയാണ്. അത് പാടില്ല, അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്. നിന്റെ സ്നേഹം നീ നൽകേണ്ടത് നിന്റെ ഭർത്താവിനാണ്. ആ ഭർത്താവിനോടുള്ള സ്നേഹം കാമുകന്മാരെ അടർത്തിയെടുക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു പോയാൽ അത് ഭർത്താക്കന്മാരോടുള്ള വഞ്ചനയാണ്. നബിയുനാ റസൂലുള്ളാഹി പൈസ വാങ്ങാം, അവിടുന്ന് പൈസ ഇട്ട് നമ്മൾ റീചാർജ് ചെയ്ത് കൊടുക്കാം പെണ്ണുങ്ങന്മാരെ. ചിന്തിച്ചോ, പഠിച്ചോ, വേണമെങ്കിൽ പഠിച്ചോ, അല്ലെങ്കിൽ ചന്തയിൽ പോയിട്ട് ഇങ്ങനെ വളയും മാലയൊക്കെ വായിക്കൂടെ ഇങ്ങനെ കറങ്ങി തിന്നിട്ട് പോയിക്കോ. ഉറൂസ് കഴിഞ്ഞു, പാവലും കഴിഞ്ഞു. വേണമെങ്കിൽ കേട്ട് പഠിച്ചോ, മനസ്സിലാക്കിക്കോ. ഇനിയെങ്കിലും ഇന്നലെ വരെ ലൈൻ അടിച്ച് വെക്കാൻ ഡിലീറ്റ് ആക്കി കളാം. ഇന്ന് പോലെ നാളെ പോലെങ്കിലും പുതുതായിട്ടെങ്കിലും ഭർത്താവിനെ സ്നേഹിക്കും. അതുകൊണ്ട്